ആ ദക്ഷ സാരി മാറാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്റെ റൂമാ യൂസ് ചെയ്തത്. എല്ലാം വലിച്ചു വാരി നാശമാക്കിയിട്ടിരിക്കുക. നീ അതൊന്ന് ശരിയാക്കി തരണം. നിന്റെ കൈക്ക് സുഖമില്ലെന്ന് എനിക്കറിയാം ജിന്നു. പക്ഷെ എന്ത് ചെയ്യാനാ? നീ വല്ലാണ്ട് ബുദ്ധിമുട്ടിയൊന്നും ചെയ്യണ്ട. ആരെങ്കിലും റൂമിൽ വന്ന് നിൽക്കുമ്പോ പെട്ടെന്ന് വൃത്തികേടൊന്നും തോന്നരുത്. അത്രയും ചെയ്താ മതി. ആക്ച്വലി ഞാൻ തന്നെ ഇത് ചെയ്യായിരുന്നു. പക്ഷെ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ഹാളിലോട്ട് വിളിപ്പിച്ചിരിക്കുക. വിളിച്ച സമയത്ത് തന്നെ ഹാളിലോട്ട് പോയില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് നിനക്കറിയാലോ. ഒന്ന് ഹെൽപ്പ് ചെയ്. എന്നല്ലേ ഇനി നീ മേലെ റൂമിലോട്ട് പൊക്കോ. ഞാൻ വിളിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ വേഗം തിരിച്ചു വരാം. ചെല്ലു. ആ കടലാസ് അവിടെ ഇല്ലായിരുന്നല്ലോ. ആരവിടെ കൊണ്ടുവന്നിട്ടതാ. ചിലപ്പോ വാതിൽ തട്ടിയ ആളായിരിക്കും. സ്നേഹം എന്താണെന്ന് എന്നെ അറിയിച്ച ആൾക്ക് ആ സ്നേഹം അനുഭവിച്ചപ്പോ ഒരു രാജകുമാരിയെ പോലെയായിരുന്നു ഞാൻ. ഇന്ന് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സ്വന്തം തീരുമാനമല്ല, രമാ മാഡത്തിന്റെ തീരുമാനമാണെന്ന് എനിക്കറിയാം. എന്തൊക്കെയായാലും ആ തീരുമാനമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. ഞാനിപ്പോ ഐശ്വര്യ മാഡത്തിന്റെ മുറി വൃത്തിയാക്കാൻ വരും. ദയവ് ചെയ്ത് അവിടേക്കൊന്ന് വരാവോ? ഞാൻ നിങ്ങളെ കാത്തിരിക്കും. ഇന്ന് സ്വന്തം ചിന്നു. ഐ ലവ് യു.